ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ചു നോക്കാം. ആലോചിച്ചും പ്രാർത്ഥിച്ചും മാത്രം സംസാരിക്കുക, പ്രവർത്തിക്കുക. എന്താ സംഭവം നോക്കിയാലോ. യേശു ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ചോദ്യത്തിന് ഉടനെ ഉത്തരം പറഞ്ഞില്ല. കുനിഞ്ഞിരുന്ന് ആലോചിക്കാനും പ്രാർത്ഥിക്കാനും യേശു സമയം കണ്ടുപിടിച്ചു. നമുക്ക് രണ്ട് ചെവികളും ഒരു വായും തന്നിരിക്കുന്നത് കേൾക്കുന്നതിനും മുഴുവനും ഉടനെ ഉത്തരം പറയേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ചിന്തിക്കാൻ സഹായിക്കും. ചാടിക്കേറി ഉത്തരം പറഞ്ഞ് അബദ്ധത്തിൽ പെട്ടുപോയ എത്രയോ പേരുടെ കഥകൾ നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട്. കുടിച്ച് മത്തനായി ഹെറോദേസ് രാജാവ് കൊട്ടാര നർത്തകിക്ക് നൽകിയ വാഗ്ദാനം എത്ര വലിയ വിനയാണ് അദ്ദേഹത്തിന് വരുത്തിവെച്ചത്. സ്നാപക യോഹന്നാൻ്റെ തല വെട്ടപ്പെടാൻ ആ അബദ്ധ സംസാരം വഴി ഇടയായി. ദാവീദ് രാജാവിൻ്റെ ആലോചനയില്ലാത്ത പെരുമാറ്റം ബത്ഷേബായുമായുള്ള പാപജീവിതത്തിനും മറ്റനേകം തിന്മകൾക്കും കാരണമായി ഭവിച്ചു. അപ്പോൾ ആലോചിച്ച് മാത്രം സംസാരിക്കുക, പ്രവർത്തിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.